ഹലോ, പരന്ന പ്രതലങ്ങൾ എങ്ങനെ ചുരണ്ടാമെന്നും ചുരണ്ടൽ പ്രക്രിയയും തെറ്റായ ഉരസലുകളും എങ്ങനെ ഒഴിവാക്കാമെന്നുമുള്ള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ആശയങ്ങളെയും പരിശീലനങ്ങളെയും കുറിച്ച് പഠിക്കാം. നമുക്ക് ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷനിലെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഫ്ലാറ്റ് സർഫേസുകളിലെ സ്ക്രേപ്പിംഗ്, കർവുള്ള സർഫേസുകളിലെ സ്ക്രേപ്പിംഗ്. ഫ്ലാറ്റ് സർഫേസുകളിലെ സ്ക്രേപ്പിംഗ്. ആവശ്യമായ വസ്തുക്കൾ: എഞ്ചിനീയേഴ്സ് ബ്ലൂ, ചെറിയ റോളർ, റഫറൻസ് പ്രതല പ്ലേറ്റ്, ബ്രഷ്, ബെഞ്ച് വൈസ്, വെർനിയർ കാലിപ്പേഴ്സ്, ഫ്ലാറ്റ് സ്ക്രേപ്പർ, ജോലിക്കുള്ള പരന്ന ലോഹം, ഡ്രില്ലിംഗ് മെഷീൻ, മാസ്റ്റർ ഷാഫ്റ്റ് അഥവാ ടെസ്റ്റ് ബാർ, ബാൽപിൻ ഹാമർ. നീലനിറ പരിശോധനയ്ക്ക് ശേഷം വർക്ക് പീസ് സ്ക്രേപ്പിംഗിനായി സൗകര്യപ്രദമായ രീതിയിൽ സ്ഥാപിക്കുക. കൂടുതൽ പാടുകളുടെ ആദ്യ സെറ്റ് നീക്കം ചെയ്യുക. സ്പോട്ടിംഗ് മെഷീൻ ഹൈലൈറ്റ് ചെയ്ത സ്ഥലങ്ങൾ മാത്രം സ്ക്രേപ്പ് ചെയ്യുക. പാരലൽ ലൈനിൽ സ്ക്രേപ്പ് ചെയ്യുക. നേരായ സമാന്തര രേഖകളുടെ ശ്രേണിയിൽ മഷി പുരണ്ട കൂടുതൽ പാടുകളുള്ള ഭാഗങ്ങൾ മാത്രം നീക്കം ചെയ്യുക. സെക്കൻഡ് സ്ക്രാപ്പിംഗ് പാസ്. മുൻപിലുള്ള വരികൾക്ക് വലതു കോണിലായിട്ട് ആദ്യഘട്ടം ആവർത്തിക്കുക. വർക്ക് പീസ് വൃത്തിയാക്കൽ. വർക്ക് പീസ് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുകയും തുണി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുക. ഘട്ടങ്ങൾ ആവർത്തിക്കുക. വർക്ക് പീസ് മുഴുവനായും പരന്ന് പൂർത്തിയാകുന്നതുവരെ ഘട്ടങ്ങൾ ആവർത്തിക്കുക. വൃത്തിയാക്കലും സംരക്ഷണവും. സ്ക്രേപ്പ് ചെയ്ത സർഫേസ് മൃദുവായ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഒരു നേർത്ത രീതിയിൽ എണ്ണ അടിച്ച് അല്ലെങ്കിൽ കോട്ട് ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. കർവുള്ള സർഫേസുകളിലെ സ്ക്രേപ്പിംഗ്. ഇനി നമുക്ക് കർവുള്ള സർഫേസിൻ്റെ സ്ക്രേപ്പിംഗ് പ്രവർത്തന രീതി നോക്കാം. അസംസ്കൃത വസ്തുക്കളുടെ വലിപ്പം 90 mm, വീതി 48 mm, കനം 18 mm ആണെന്ന് പരിശോധിക്കുക. കർവുള്ള സർഫേസുകളിലെ സ്ക്രേപ്പിംഗ്. അടയാളപ്പെടുത്തൽ മാധ്യമം പ്രയോഗിക്കുക. ഡിവൈഡർ ഉപയോഗിച്ച് തുളച്ച് അടയാളങ്ങൾ നൽകുക. ഇതുപോലെ പഞ്ച് ചെയ്യുകയും മാർക്ക് ചെയ്യുകയും ചെയ്യുക. ദൃശ്യത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയിൻ ഡ്രിൽ ചെയ്യുകയും കൂടുതൽ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുക. വെബ് ചിസിലും ബോൾപിൻ ചുറ്റികയും ഉപയോഗിച്ച് ചെയിൻ ഡ്രിൽ ചെയ്ത് ഹോളുകളുടെ ഇളകിയ ഭാഗം മുറിച്ച് നീക്കം ചെയ്യുക. പകുതി ഉരുണ്ട അരം ഉപയോഗിച്ച് വളഞ്ഞ സർഫേസ് രാഗി ടെംപ്ലേറ്റ് ഉപയോഗിച്ച് പ്രൊഫൈൽ പരിശോധിക്കുക. ടെസ്റ്റ് ബാറിൻ്റെ സിലിണ്ടർ പ്രതലത്തിൻ്റെ ഒരറ്റത്ത് പ്രഷ്യൻ നീലയുടെ നേർത്ത കോട്ട് പുരട്ടുക. പ്രഷ്യൻ നീല പ്രയോഗിച്ച ടെസ്റ്റ് ബാറിൽ വസ്തുവിൻ്റെ വളഞ്ഞ സർഫേസ് സ്ഥാപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. കർവുള്ള സർഫേസിൽ നീലപ്പാടുകളുള്ള മാർക്കുകൾ ശ്രദ്ധിക്കുക. ജോബ് ബെഞ്ച് വൈസിൽ പിടിക്കുക.
കർവുള്ള പ്രൊഫൈൽ പ്രതലത്തിലെ കൂടുതൽ മാർക്കുകളെ ഹാഫ് റൗണ്ട് സ്ക്രൈപ്പർ ഉപയോഗിച്ച് സ്ക്രൈപ്പിങ്ങിലൂടെ നീക്കം ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് സർഫേസ് വൃത്തിയാക്കുകയും മൃദുവായ തുണി ഉപയോഗിച്ച് സ്ക്രേപ്പ് ചെയ്ത സർഫേസ് തുടയ്ക്കുകയും ചെയ്യുക. വീണ്ടും ടെസ്റ്റ് ബാറിൽ പ്രഷ്യൻ നീല പ്രയോഗിക്കുകയും കർവുള്ള സ്ക്രേപ്പിംഗ് സർഫേസ് ടെസ്റ്റ് ബാറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുകയും ചെയ്യുക. ജോബിൻ്റെ മുഴുവൻ കർവുള്ള പ്രതലത്തിലും നീല പുള്ളി മാർക്കുകൾ പടരുന്നതുവരെ സ്ക്രേപ്പിംഗ് പ്രക്രിയ ആവർത്തിക്കുക. മൃദുവായ തുണി ഉപയോഗിച്ച് സ്ക്രേപ്പ് ചെയ്ത സർഫേസ് തുടയ്ക്കുകയും നേരിയ രീതിയിൽ എണ്ണ പുരട്ടി സൂക്ഷിക്കുകയും ചെയ്യുക. പുനരാഖ്യാനം. നമ്മൾ പഠിച്ചത് എങ്ങനെ സർഫേസുകൾ സ്ക്രേപ്പ് ചെയ്യാം, എങ്ങനെ കർവുള്ള സർഫേസുകൾ സ്ക്രേപ്പ് ചെയ്യാം. അങ്ങനെ ഇത്രയുമാണ് പരന്നതും ചതുരവുമായ ചുരണ്ടികളെക്കുറിച്ചുള്ളത്. എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.